ഇപ്പൊ ഇറങ്ങുന്നതാ ഇതുപോലത്തെ മിക്ക മോട്ടോർ സൈക്കിളിൽ വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ABS മോട്ടോർ ഫെയിലിയർ. ഓക്കെ, അപ്പോൾ മിക്കവർക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ മിക്ക സ്ഥലത്തും പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിനൊന്ന് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷനാണ്. കാര്യം ഇതിന്റെ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ ഒരു R15 തന്നെ ABS മോട്ടറിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ് ഓൾമോസ്റ്റ് വരുന്ന റേറ്റ്. സോ നിങ്ങളുടെ ബൈക്കിൽ ഇതുപോലെ ഒരു ABSന്റെ വാർണിംഗ് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. യമഹയുടെ സ്മോൾ കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾസിന് വരുന്നൊരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഈ ഒരു ABS മോട്ടോർ ഇഷ്യൂ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ABS മോട്ടറിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചാടിക്കയറി ഇത് റീപ്ലേസ് ചെയ്യാൻ നിൽക്കരുത്. അതിന് മുമ്പ് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ABSന്റെ റോട്ടർ ആദ്യം ചെക്ക് ചെയ്യുക. ഇതിനെന്തെങ്കിലും ബെൻഡോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ചെളി എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ABS നമുക്ക് വാർണിംഗ് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ഇതിനുണ്ടോ എന്ന് ഫ്രണ്ടും ബാക്കും ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ABSന്റെ ഈ ഒരു വയറാണ്. ഈ വയറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇത് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുമോ എന്നുള്ളത് അതിനുശേഷം നോക്കുക. അപ്പോൾ ഇതിന് വേറെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABSന്റെ ഈ ഒരു സോക്കറ്റാണ്. ഈ സോക്കറ്റിൽ ക്ലാവ് കയറി അടയുകയോ അല്ലെങ്കിൽ ഇതിൽ ലൂസ് കോണ്ടാക്റ്റോ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബൈക്കിൽ ഇഷ്യൂ വരും. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിന് പ്രോബ്ലം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ ABS മോട്ടോർ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഈ ഒരു ബൈക്കിനും ABS മോട്ടോർ ഇഷ്യൂ ആണ്. വേറെയും കുറച്ച് വർക്കുണ്ട്, പക്ഷേ ഇതിപ്പോൾ റിപ്പയർ ചെയ്യാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരുപാട് കോസ്റ്റ് നമുക്ക് ആവില്ല. ഈ ഒരു ABS മോട്ടറിന് ഏകദേശം 15,000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ജസ്റ്റ് കാണിച്ച് ഇതുപോലെ ചെറിയൊരു എന്തെങ്കിലും കാര്യത്തിന് ഇതിനെ ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പറ്റൂലെങ്കിൽ മാത്രം ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി.